ടേം വ്യവസ്ഥയിലാണോ ഇപ്പോൾ മായ രാഹുൽ അധികാരത്തിലേക്ക് വരുന്നത്? നമ്മൾ ടേമോ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം മായ രാഹുൽ ചെയർപേഴ്സൺ ആകുക എന്നൊരു നിലപാടേ ഉള്ളൂ. പാലയിൽ മായ രാഹുൽ അധികാരം ഏറ്റെടുക്കുകയാണ്. LDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ ബിജു പാലുപടവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവിധ എന്താ പറയുക ആശംസകൾ നേരുന്നു. എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ നടന്നു. എന്താണ് ഇനിയും അടുത്ത ഭാവി പരിപാടി? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത് സത്യത്തിന് വേണ്ടി പോരാട്ടമായിരുന്നുകൊണ്ട് വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അവിടെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 16 പേര് സജീവമായിട്ട് നിന്നു. ആ 16 പേരുടെ ഒരു വിജയമാണ്. അത് മാത്രമല്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായി പാലക്കാട് വിജയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന ഏകാധിപത്യ ഭരണത്തിനും അതുപോലെയുള്ള മറ്റൊരു മറുപടിയാണിത്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇനി പറഞ്ഞതെന്ന് പറയുന്നത് നഗരവികസന മുന്നണി, പാലാ നഗരവികസന മുന്നണി എന്നായിരിക്കും ഇനി ഈ ഭരണം അറിയപ്പെടുക. അതിൻ്റെ കൺവീനറായി ഏകണ്ഠമായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയോടെ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് അഹങ്കാരമോ ധാർഷ്ട്യമോ ഇല്ല. നല്ലൊരു ഭരണം, പാലയുടെ നഷ്ടപ്പെട്ട പ്രൗഢി പ്രതാപം തിരിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇപ്പോഴും മറുപക്ഷം പറയുന്നത് വൈസ് ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് വൈസ് ചെയർമാൻ സ്ഥാനത്ത് ഒരു ക്ലെയിം ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം ഇതൊരു പ്രൊസീജിയറാണ്. ഞങ്ങളെ സംബന്ധിച്ച് അവരാളെ പറയുമ്പോൾ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി ഞങ്ങൾ തീരുമാനം അറിയിക്കുന്നതാണ്. അത് തന്നെയാണല്ലോ മായ രാഹുലിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മതേതര നിലപാട്, കേരള കോൺഗ്രസ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണെന്ന് കൂടി ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെയാണ് തീരുമാനിക്കുക. അവർ വോട്ടെടുപ്പിന് ശേഷം വോട്ട് എണ്ണലിന് തൊട്ട് മുമ്പ് തന്നെ അവരെല്ലാം തന്നെ ഇറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് മറിയും എന്നുള്ളത്? ഇല്ല, അങ്ങനെ ഒരിക്കലും വരത്തില്ലോ. കാരണം അറിയാമോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ തിക്തഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങളല്ലല്ലോ ആദ്യം അവിശ്വാസത്തിന് മുൻകൈ എടുത്തത്. അവരുടെ കൂട്ടത്തിലുള്ള തട്ടിക്കൂട്ടിയ കുടുംബ കൂട്ടായ്മ മുന്നണി അവരിലുള്ള ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റാത്തപ്പോൾ അവർക്കുണ്ടായ തിക്തഫലം കൊണ്ട് അവർ പുറത്തിറങ്ങിയത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതിന് മുൻകൈ എടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് അവസാനം വരെ അവർക്ക് നിലനിൽക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് 100% വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഒരു ചോദ്യമുണ്ട്, അവസാന ചോദ്യം. ടേം വ്യവസ്ഥയിലാണോ ഇപ്പോൾ മായ രാഹുൽ അധികാരത്തിലേക്ക് വരുന്നത്? നമ്മൾ ടേമോ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം മായ രാഹുൽ ചെയർപേഴ്സൺ ആകുക എന്നൊരു നിലപാടേ ഉള്ളൂ. തീർച്ചയായിട്ടും നിലപാടുകൾ വ്യക്തമാക്കിയായിരുന്നു ബിജു പാലുപടവൻ. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജ്യോതിഷ് മോഹനൻ, മീഡിയ 1 കോട്ടയം.